നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പമ്പ തീരത്ത് നടത്തിയ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ പിണറായി വിജയൻ 3.0 വേണ്ടി പച്ചക്കൊടി വീശിയ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഇപ്പോൾ പെരുന്ന ആസ്ഥാനത്ത് തലയിൽ കയ്യും വെച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സുകുമാരൻ നായർ നിന്ന് വിറയ്ക്കുകയാണ്. പെരുന്ന ആസ്ഥാനത്തേക്ക് SIT ഇരച്ചെത്തുമോ എന്നുള്ള ഭയമാണ് സുകുമാരൻ നായരെ വേട്ടയാടുന്നത്. കാരണം സുകുമാരൻ നായരുടെ ശിങ്കിടിയാണല്ലോ അറസ്റ്റിലായിരിക്കുന്ന മുരാരി ബാബു. SITയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘവും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പ്രതികളുടെ എല്ലാവരുടെയും സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കുന്നുണ്ട്. പെരുന്ന ആസ്ഥാനത്ത് വലിയ ശക്തി കേന്ദ്രമായിട്ടാണ് മുരാരി ബാബു പ്രവർത്തിച്ചിരുന്നത്. അയാളെ ആ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് സുകുമാരൻ നായരാണ്. സുകുമാരൻ നായർക്ക് നേരെ വലിയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. അതായത് മുരാരി ബാബു അറസ്റ്റിലായതിന് തൊട്ട് പിന്നാലെ തന്നെ സുകുമാരൻ നായർക്ക് നേരെ നായർ ഗ്രൂപ്പുകളിൽ നിന്ന് പോലും വിമർശനങ്ങൾ ഉയർന്നു. ഇത്തരത്തിലുള്ള കാട്ടുകള്ളന്മാരെയൊക്കെയാണ് ജനറൽ സെക്രട്ടറി പൊക്കിക്കൊണ്ട് വന്നതെന്നും കൊള്ളയുടെ വേര് തപ്പി NSS ആസ്ഥാനത്തേക്ക് ആരെങ്കിലും ഇരച്ചു കയറി എത്തിയാൽ കളി കാര്യമാകുമെന്നും നായർ ഗ്രൂപ്പുകൾ വലിയ പൊട്ടിത്തെറിയിലായിരുന്നു സുകുമാരൻ നായർക്ക് നേരെ പ്രതിഷേധം ഉന്നയിച്ചത്. നമുക്കറിയാം, ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി ചില പ്രസ്താവനകൾ നടത്തിയതിന് പിന്നാലെ പല കരയോഗങ്ങളിലും ഈ സുകുമാരൻ നായർ കട്ടപ്പയാണ് എന്നുള്ള രീതിയിൽ പല ഫ്ലെക്സുകളും വന്നിരുന്നു. എന്നാൽ പിന്നീട് പെരുന്ന ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ അവിടെ ഉണ്ടായിരുന്ന എതിർപ്പുകളെ എല്ലാത്തിനെയും അടിച്ചിരുത്താനും എതിർപ്പുന്നയിച്ചവരെ എല്ലാവരെയും തന്റെ പക്ഷത്തേക്ക് എത്തിക്കാനും സുകുമാരൻ നായർക്ക് കഴിഞ്ഞിരുന്നു. സുകുമാരൻ നായർ ആഗോള അയ്യപ്പ സംഗമത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചത്. വിശ്വാസികളെ അടിച്ചു ചോര തുപ്പിച്ച പിണറായി സർക്കാരിന് കുടപിടിക്കാൻ പോയ സുകുമാരൻ നായരെ വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു ഈ നായർ ഗ്രൂപ്പുകൾ. ഇതുകൂടാതെ BJP കോൺഗ്രസ് പക്ഷക്കാർ സുകുമാരൻ നായർക്ക് നേരെ വാളെടുക്കുകയും ചെയ്തിരുന്നു. അന്ന് സുകുമാരൻ നായർ പറഞ്ഞ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ശബരിമല വിഷയത്തിൽ, അതായത് വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നായിരുന്നു. അതായത് പിണറായി സർക്കാർ വിശ്വാസം സംരക്ഷിക്കും, അതുകൊണ്ട് ഞങ്ങൾ സർക്കാരിനോടൊപ്പമാണ് എന്ന നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു സുകുമാരൻ നായർ ചെയ്തത്. ഇതുകൂടാതെ ഇനി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ കോൺഗ്രസിന്റെയോ BJPയുടെയോ പ്രതിനിധികൾ പെരുന്ന ആസ്ഥാനത്തേക്ക് വരേണ്ടതില്ല എന്നും പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു സുകുമാരൻ നായർ പറഞ്ഞത്. എല്ലാത്തിനുമുള്ള അടി പിന്നാലെ കിട്ടി. അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന് പിന്നാലെ ആയിരുന്നല്ലോ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഓരോ വിവാദങ്ങൾ പുറത്തേക്ക് വന്നതും ഇവരുടെ വിശ്വസ്തൻ കൂടിയായിരുന്ന മുരാരി ബാബു അറസ്റ്റിലായതും. മുരാരി ബാബു ഒരു പെരുങ്കള്ളനാണ്. അയാളെയൊക്കെ ഈ NSS ആസ്ഥാനത്ത് എന്തിനു വളർത്തി എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇത് മാത്രമല്ല, മുരാരി ബാബു അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. കോടാനുകോടികളുടെ സമ്പത്തുള്ള ആളാണ്. ഇയാൾക്ക് എവിടെ നിന്ന് ഇത്രയും സമ്പത്ത് കിട്ടി? അതിലേക്കുള്ള അന്വേഷണം ശക്തമായി തന്നെ SIT നടത്തുന്നുണ്ട്. പെരുന്നയിൽ ഈ പറയുന്ന മുരാരി ബാബുവിന്റെ തേക്കിൻ കൊട്ടാരമാണല്ലോ ഉള്ളത്. ഇതിന്റെയൊക്കെ സാമ്പത്തിക സ്രോതസ്സുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ SITയും അന്വേഷിക്കുന്നുണ്ട്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പെരുന്ന ആസ്ഥാനത്ത് SITയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ കയറിയാൽ പണി പാളും. സുകുമാരൻ നായർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഇളകി നിൽക്കുന്ന നായർ ഗ്രൂപ്പുകൾ സുകുമാരൻ നായരെ ചവിട്ടി പുറത്താക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ആ പേടിയിൽ ഇപ്പോൾ CM ഓഫീസിലേക്ക് ഓടിക്കയറുകയാണ് സുകുമാരൻ നായർ. പിണറായി വിജയനോട് കാലു പിടിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധിയിൽ നിന്നൊന്ന് രക്ഷിക്കൂ, പെരുന്ന ആസ്ഥാനത്തേക്ക് SIT അന്വേഷണത്തിന് എത്തരുത് എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ സുകുമാരൻ നായർക്കുള്ളത്. എന്നാൽ പിണറായി വിജയൻ നൈസ കൈമലർത്തിയിട്ടുണ്ട്. കാരണം അന്വേഷണത്തെ തടയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും അറസ്റ്റ് തടയാനോ ഒന്നും സർക്കാരിന് കഴിയുന്നതല്ല. ആഭ്യന്തര മന്ത്രിയൊക്കെയാണ് പിണറായി വിജയൻ. പക്ഷേ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തെ ഒരു തരിമ്പ് പോലും എതിർക്കാനോ അത് തടയാനോ പിണറായി വിജയന് കഴിയില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഇപ്പോൾ SNDPയുടെയും NSSന്റെയും ഒക്കെ കാലുവാരി ഓടിയിട്ടുണ്ട്. നല്ല ബെസ്റ്റ് ആൾക്കാണ് പിന്തുണ പ്രഖ്യാപിക്കാൻ ജനറൽ സെക്രട്ടറി എന്ന് കയറിക്കൊടുത്തത്. സുകുമാരൻ നായർക്ക് ഇതിലും വലിയ അടിയൊന്നും ഇനി കിട്ടാനില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് വന്നപ്പോൾ പോലും ഒരക്ഷരം പ്രതികരിക്കാനില്ലാതെ തലയിൽ മുണ്ടിട്ട് ഓടുകയായിരുന്നു NSS ജനറൽ സെക്രട്ടറി. കാരണം വിശ്വാസം ഇടതുപക്ഷ സർക്കാർ സംരക്ഷിക്കും എന്നായിരുന്നല്ലോ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും വെച്ചങ്ങ് അലക്കിയത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പോലും വഴിതെറ്റിക്കാനുള്ള നീക്കമാണ് ഈ സർക്കാർ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുകയായിരുന്നു
സുകുമാരൻ നായർ ചെയ്തത്. പക്ഷേ അതിനുശേഷം സ്വർണ്ണക്കൊള്ള പുറത്തേക്ക് വന്നപ്പോൾ പിന്നീട് പ്രതികരിക്കാൻ പോലും സുകുമാരൻ നായർക്ക് കഴിഞ്ഞില്ല. സുകുമാരൻ നായരുടെ നാവിറങ്ങിപ്പോയോ എന്നുള്ള ചില വിമർശനങ്ങളും ട്രോളുകളും പല ഗ്രൂപ്പുകളിലൂടെ പുറത്തു വന്നിരുന്നു. ഈ നിമിഷം വരെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരക്ഷരം പ്രതികരിക്കാൻ സുകുമാരൻ നായർക്കും കൂട്ടർക്കും കഴിഞ്ഞിട്ടില്ല. കാരണം കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. ഇതിലും വലിയ ഒരു തിരിച്ചടി ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും പിണറായി പക്ഷത്തു നിന്ന് തലയൂരുക, ആ ഒരു നീക്കത്തിലേക്ക് NSS കടന്നിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടപടലമാണ് CPM തകർന്നടിഞ്ഞ് താഴെ വീണത്. ഇതോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷത്തേക്ക് കാറ്റ് വീശുന്നു എന്നുള്ളത് ഏതാണ്ട് സുകുമാരൻ നായർക്കും നടേശനുമൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിന്ന നിൽപ്പിൽ പ്ലേറ്റ് മാറ്റി വലത്തോട്ട് ചായാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെയും ഒരു പ്രതിസന്ധി ഉള്ളത്, ഇനി ശബരിമലയെക്കുറിച്ച് സംസാരിക്കാൻ പെരുന്ന ആസ്ഥാനത്തേക്ക് കോൺഗ്രസോ BJPയോ വന്നേക്കരുത് എന്നായിരുന്നു സുകുമാരൻ നായർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായാൽ കോൺഗ്രസിന്റെ സഹായം തേടാനോ BJPയോട് ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് സുകുമാരൻ നായർ വരുത്തി വെച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു സാഹചര്യം. ഇത് മാത്രമല്ല, പെരുന്ന ആസ്ഥാനത്തേക്ക് SIT അന്വേഷണവുമായി എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം മുരാരി ബാബുവിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്. ആ ഒരു നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അതായത് ശബരിമലയിൽ നിന്ന് സ്വർണം എടുക്കുന്നതിൽ മാത്രമല്ല, ഇത് കടത്തുന്നതിലും മുരാരി ബാബുവിനും പോറ്റിക്കും പത്മകുമാറിനും വാസുവിനും ഒക്കെ പങ്കുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഒരു സാധാരണക്കാരനായിരുന്ന മുരാരി ബാബു, അയാളുടെ വളർച്ച, ഇത്ര പെട്ടെന്നുള്ള ഈ ഒരു വളർച്ചയ്ക്ക് പിന്നിലെ കാരണവും അന്വേഷിക്കേണ്ടതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് കൂടി ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കാരണം ശബരിമലയിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര മാർക്കറ്റുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏതാണ്ട് തെളിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഈ കൊള്ളയ്ക്കുൾപ്പെടെ ഇവരെല്ലാവരും പങ്കാളികളായിട്ടുണ്ട്. അതിന്റെ എല്ലാം വലിയ സമ്പത്ത് ഈ കാട്ടുകള്ളന്മാരിലേക്ക് എത്തിയിട്ടുമുണ്ട്. പെരുന്ന ആസ്ഥാനത്ത് വലിയൊരു ശക്തി കേന്ദ്രമായി മുരാരി ബാബു പ്രവർത്തിച്ചിരുന്നു. അയാൾ പലരെയും തന്റെ ശിങ്കിടികളാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ശക്തിയായി മുരാരി ബാബു വളർന്നു. അതിന് വളം വെച്ചു കൊടുത്തതിൽ പ്രധാനി സുകുമാരൻ നായരാണ്. സുകുമാരൻ നായരുടെ ശിങ്കിടി കൂടിയാണല്ലോ മുരാരി ബാബു. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിനെ കുറിച്ചുള്ള അന്വേഷണത്തിന് എപ്പോൾ വേണമെങ്കിലും SIT പെരുന്നയിലേക്ക് എത്താം. ഇയാളെക്കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരോട് കാര്യങ്ങൾ ചോദിച്ചറിയാനും, ഇത് കൂടാതെ ഈ NSS ആസ്ഥാനത്ത് വല്ല സാമ്പത്തിക ക്രമക്കേടുകളും ഒക്കെ ഇയാളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നതാണ് NSSനെ വലയ്ക്കുന്നത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹവാല ഇടപാടുകളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം ഉടലെടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഹവാല ഇടപാടുകളിലും മുരാരി ബാബുവിന് പങ്കുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാകും. ഇയാളുടെ ശിങ്കിടികൾ ആരെങ്കിലും പെരുന്ന ആസ്ഥാനത്ത് ഇനി ഉണ്ടോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പെരുന്ന ആസ്ഥാനത്തേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ SITയോ EDയോ പെരുന്ന ആസ്ഥാനത്തേക്ക് എത്താതിരിക്കാനുള്ള ശക്തമായ നീക്കമാണ് ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വിലപ്പോകാൻ സാധ്യതയില്ല. ഹൈക്കോടതി എവിടെ വേണമെങ്കിലും കയറി അന്വേഷണം നടത്തിക്കോളൂ എന്ന് SITക്ക് ഉത്തരവിട്ടിരിക്കുകയാണ്. പെരുന്ന ആസ്ഥാനം മാത്രമല്ല, അതിന്റെ പാതാളം വരെ പിളർന്നെടുക്കും അന്വേഷണ സംഘം. കാട്ടുകള്ളന്മാർക്ക് കുട പിടിക്കാൻ പോയിട്ട് സ്വയം കുഴിയിൽ ചാടിയിരിക്കുകയാണ് സുകുമാരൻ നായർ. സുകുമാരൻ നായർക്കെതിരെ വലിയ വിമർശനങ്ങൾ സ്വന്തം സമുദായത്തിൽ തന്നെ ശക്തമാണ്. ശബരിമലയിൽ നടന്നിരിക്കുന്ന കൊള്ളയിൽ ഉൾപ്പെട്ട മുരാരി ബാബുവിനെയൊക്കെ എന്തിന് ഇങ്ങനെ താങ്ങി നിർത്തി എന്നുള്ള ചോദ്യം സുകുമാരൻ നായർക്ക് നേരെ ഉയരുന്നുണ്ട്. സുകുമാരൻ നായർക്കും ഇതിൽ വല്ല പങ്കുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇനി എന്നെയും പൊക്കിയെടുത്തുകൊണ്ട് പോകുമോ എന്ന് സുകുമാരൻ നായർ ഭയക്കുന്നത്. എന്തായാലും ശബരിമലയിൽ പൊള്ളി നിൽക്കുകയാണ് സുകുമാരൻ നായർ. ഇതേ അവസ്ഥ തന്നെയാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഉള്ളത്. വെള്ളാപ്പള്ളി നടേശനാകട്ടെ പിണറായിയെ കിട്ടുന്ന വേദികളിലെല്ലാം കയറി അങ്ങ് പുകഴ്ത്തി അടിക്കുകയായിരുന്നു. അതിനെല്ലാം കൂടി ഉള്ളത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇരുവരുടെയും നാവടങ്ങിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇതിലെ അന്താരാഷ്ട്ര ബന്ധവും ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘങ്ങൾ. പുരാവസ്തു കടത്തിലേക്കും ഇപ്പോൾ അന്വേഷണം എത്തിയിരിക്കുന്നു.
ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നുള്ള സൂചനയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർണായകമായി ലഭിച്ചിരിക്കുന്നത്. കോൺഗ്രസ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഇതിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഉള്ളത്. ശബരിമലയിലെ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയതായാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇത് വാങ്ങിയിരിക്കുന്നത് തമിഴ്നാട് ചെന്നൈ സ്വദേശിയായ ഡി മണി എന്ന ആളാണെന്നും വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുന്നു. രമേശ് ചെന്നിത്തല കൊടുത്ത മൊഴിയാണ് സർക്കാരിനെ തീച്ചൂളയിൽ നിർത്തിയിരിക്കുന്നത്. ശബരിമലയിലെ തുമ്പും തുരുമ്പും വരെ ഇവന്മാർ അടിച്ചു മാറ്റി വിട്ടിട്ടുണ്ട്. ശബരിമലയിലെ ആക്രി വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിവാദവും ഇപ്പോൾ പുകയുകയാണ്. ലോക്ക്ഡൌൺ കാലത്തെ നിയന്ത്രണങ്ങൾക്കിടയിൽ നടന്ന വലിയൊരു അഴിമതിയാണോ ഇതെന്ന സംശയവും ഉയരുന്നുണ്ട്. കോവിഡ് 2ാം തരംഗത്തിന്റെ സമയത്ത് 2021 ഭക്തർക്ക് പ്രവേശനമില്ലാതിരുന്ന കാലത്താണ് സന്നിധാനത്തെ പഴയ സാധനങ്ങൾ ആക്രിയായി വിറ്റഴിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. എന്നാൽ ഇതിന്റെ മറവിൽ അമൂല്യമായ പല വസ്തുക്കളും കടത്തപ്പെട്ടു എന്നതാണ് പ്രധാന ആരോപണം. ലേലം ചെയ്ത ആക്രി സാധനങ്ങൾക്കൊപ്പം സന്നിധാനത്തെ അമൂല്യമായ പഞ്ചലോഹ വിഗ്രഹങ്ങളും സ്വർണ്ണപ്പാളികളും കടത്തിക്കൊണ്ടുപോയി എന്നുള്ള ആരോപണവും ശക്തമാണ്. ദേവസ്വം ബോർഡിന്റെ കർശനമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ലേല നടപടികൾ നടന്നതെന്നും ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും മുൻ മേൽശാന്തിമാർക്കും പങ്കുണ്ടെന്ന ആരോപണവും ഉയർന്നിരിക്കുന്നു. ഇനി തന്ത്രിയിലേക്ക് അന്വേഷണം നീളും. നമ്മൾ മുൻപ് പറഞ്ഞിരുന്നതാണ്, ഇനി ഉടൻ ചില അറസ്റ്റുകൾ ഉണ്ടാകും. അത് ദേവസ്വം ബോർഡിലെ ചില ഉന്നതരും അതുപോലെ തന്നെ തന്ത്രിയുമായിരിക്കാം. തന്ത്രിയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ മുൻപ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇതുവരെ തന്ത്രിയെ കൂടുതൽ ചോദ്യം ചെയ്യലിന് SIT കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. കാരണം തന്ത്രിയെ സംശയിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ സ്വർണ്ണക്കൊള്ളയിലുണ്ട്. 2019 കൊള്ള നടക്കുന്ന സമയത്ത് തന്ത്രിയുടെ ഉൾപ്പെടെ മൗനാനുവാദം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രധാന ആരോപണമാണ്. താഴ്മൺ കുടുംബത്തിലേക്കും അന്വേഷണം എത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഡി മണിയെ പോലെയുള്ള പല വമ്പന്മാരുടെയും പേരുകൾ പുറത്തേക്ക് വരുന്നത്. ഇതിൽ അന്താരാഷ്ട്ര ബന്ധം സംശയിക്കപ്പെടുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ മറ്റ് പല മേഖലകളിലേക്കും അന്വേഷണം എത്തേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും പറയാത്ത പല പേരുകളുമുണ്ട്. ഗോവർദ്ധന്റെയും പങ്കജ് ഭണ്ഡാരിയുടെയും ഒക്കെ പേരുകൾ പോറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനും മുകളിലേക്ക് പല ഉന്നതന്മാരുണ്ട്. എന്നാൽ അവരുടെയൊക്കെ പേരുകൾ പറയാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി തടി തപ്പുന്നു. ഒന്നുകിൽ ഭയപ്പെട്ടിട്ടാകാം, അല്ലെങ്കിൽ അടപടലം എല്ലാവരും കുടുങ്ങുന്ന ഒരു നീക്കത്തിലേക്ക് എത്തും എന്നുള്ള ഭയവുമാകാം. എന്തായാലും സർക്കാർ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുകയാണ്. ഇതിലെ അന്താരാഷ്ട്ര ബന്ധം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത്? CPM നിയമസഭയിൽ തകർന്നടിഞ്ഞ് താഴെ വീഴുന്നതിന്റെ ഒരു ഘട്ടമാണോ ഉയർന്നിരിക്കുന്നത്? തുടങ്ങി ഒരുപാട് ഭീതിക്ക് നടുവിലാണ് CPM എന്ന പാർട്ടി ഉള്ളത്. അതിന്റെ കൂടെയാണ് CPM-നെ ഭയപ്പെടുത്തിക്കൊണ്ട് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒക്കെ കാലുവാരുന്ന ഒരു സാഹചര്യം. അതായത് ഇനി CPM-നെ പിന്തുണയ്ക്കുന്നത് അത്ര നല്ലതിനല്ല എന്ന് ഇവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവരും കാലുവാരി ഓടാനുള്ള സാധ്യത ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.